ആളുകളൊക്കെ ചിലപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ പറയാറുണ്ട്, ഈ സമ്പന്നരായ ആളുകൾ, കോടീശ്വരന്മാർ, ഇവർക്കൊക്കെ മനസ്സമാധാനമൊന്നും ഉണ്ടായിരിക്കില്ല, അവർ സദാസമയം ടെൻഷൻ അടിച്ചിരിക്കായിരുന്നൊക്കെ. അങ്ങനെ കാടടച്ചു വെക്കുന്നതൊന്നും ശരിയല്ല. കാരണം മനസ്സമാധാനം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ കോടീശ്വരന്മാർക്കിടയിൽ ഉണ്ടായിരിക്കാം. ഏതായാലും നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള രത്തൻ ടാറ്റ ഹാപ്പി ആയിരുന്നു, ഇന്ത്യയിലെ കഴിഞ്ഞ വർഷം അന്തരിച്ച കോടീശ്വരനായ രത്തൻ ടാറ്റ ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. രത്തൻ ടാറ്റ പറഞ്ഞു, ഞാൻ എൻ്റെ പണം കൊണ്ട് അത്യാഡംബര ഹോട്ടലുകളിൽ താമസിച്ചു, ലക്ഷറി കാറുകൾ മേടിച്ചു. പക്ഷെ ഇങ്ങനെയുള്ള ഭൗതിക സുഖ സൗകര്യങ്ങൾ കൊണ്ടൊന്നും എനിക്കൊരു ആത്യന്തികമായിട്ടുള്ള ഒരു സംതൃപ്തി കിട്ടിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഭിന്നശേഷിക്കാരായ ആളുകൾ, അംഗപരിമിതരായ ആളുകൾ, കാലില്ലാത്തവർ, അന്ധരായ ഇവർക്കൊക്കെ വേണ്ട എക്യുപ്മെൻറ്റ്സ്, വീൽ ചെയർ പോലത്തെയൊക്കെ സഹായിക്കുന്നത്, അവർക്ക് വിതരണം ചെയ്യുന്നതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തി അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാപ്പിനെസ് രണ്ട് വിധമാണ്. ഒന്ന് ഓതൻറ്റിക് ഹാപ്പിനെസ്, ഒന്ന് സിന്തറ്റിക് ഹാപ്പിനെസ്. ഓതൻറ്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മസംതൃപ്തിയാണ് ഓതൻറ്റിക് ഹാപ്പിനെസ്. സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കുമ്പോൾ, ഇപ്പോൾ ഒരാൾ ഒരു ഐഫോൺ മേടിച്ചു, അപ്പോൾ അയാൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ഒരാളൊരു പുതിയ കാറ് മേടിച്ചു, അയാൾക്കൊരു സന്തോഷം ഉണ്ടാവും. ഒരാളൊരു പുതിയ വീട് വെച്ചു, അയാൾക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷേ ഈ സിന്തറ്റിക് ഹാപ്പിനെസ് നമ്മളെന്തെങ്കിലും നേടിയെടുക്കുമ്പോൾ ഉള്ളത് ഒരു 2 ദിവസം, ഒരാഴ്ചയാണ് ആ ഹാപ്പിനെസ് അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരാൾ പുതിയ കാറ് മേടിച്ചു, ഒരു 1-2 ദിവസം നല്ല ഹാപ്പി ആയിരിക്കും, ഏറിപ്പോയാൽ ഒരാഴ്ച. പക്ഷെ അതിലപ്പുറത്തേക്ക് അത് നീളുകയില്ല. എന്നാൽ ഈ ഓതൻറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അത് ഒരു സംതൃപ്തിയാണ്. അത് ജീവിതത്തിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതാണ് രത്തൻ ടാറ്റ പറഞ്ഞത്. അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹത്തിൻ്റെ പലതും നേടിയെടുത്തപ്പോൾ അനുഭവിക്കാൻ കഴിയാത്ത ഒരു ആത്മസംതൃപ്തി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഈ ഒരു ഓതൻറ്റിക് ഹാപ്പിനെസ്, ആത്മസംതൃപ്തി നേടിയെടുക്കാൻ നമ്മളും ശ്രമിക്കുക.